ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭക്ഷിപ്പാനും കുടിപ്പാനും ഉടുപ്പാനും ശ്വസിപ്പാനൊക്കെയും ദൈവം നമുക്ക് തന്ന ഓരോ ദിവസവും ദൈവം നമ്മെ നടത്തുന്നല്ലോ. യാത്രകളിൽ ദൈവത്തിൻ്റെ കാര്യം കൂടിയിരിക്കുന്നല്ലോ. ജോലി മേഖലകളിൽ, ശുശ്രൂഷകളിൽ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാനങ്ങളിൽ, സഭാവിശ്വാസികളായിരിക്കുന്ന മേഖലകളിൽ, ഓരോ ഇടങ്ങളിലും ആശുപത്രി വിഷയങ്ങൾ, ഗവൺമെൻറ് വിഷയങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മോട് കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തുന്ന എല്ലാ വിധങ്ങളെ ഓർത്ത ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്, ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്. എല്ലാ പ്രതികൂലങ്ങളുടെ നടുവിലും, പ്രതിസന്ധികളുടെ നടുവിലും, നിലയില്ലാത്ത പ്രശ്നങ്ങളുടെ നടുവിലും സ്വർഗത്തിൽ ദൈവം നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ ഒരു ദൈവിക സന്ദേശത്തെ പറയുവാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയത്തെ ശക്തീകരിക്കുന്ന ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് സ്വർഗത്തിൽ ദൈവം അത്ഭുതകരമായ ബലപ്പെട്ടതാകുന്ന മറുപടികൾ നമ്മുടെ ജീവിതത്തിനകത്ത് തരികയാണ്. അതിനാധാരമായി ഞാനൊരു വാക്യം ഇവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 19-ാമത്തെ അധ്യായം, 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 19-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, അവസാനത്തെ ഒരു സെൻറ്റൻസ് മാത്രമാണ് ഇന്നത്തെ വേദചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദു സ്വരമുണ്ടായി. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദു സ്വരമുണ്ടായി. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ പ്രഭാതത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ദൈവ സാന്നിധ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ഒരു രാത്രി കണ്ട ഞങ്ങൾക്കൊരു പ്രഭാതം കൂടെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തതാകുന്ന എല്ലാ വലിയ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഞങ്ങളിവിടെ ആക്കി വച്ചിരിക്കുന്നില്ലെന്ന് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന മേഖലകളിൽ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചതിനായി, ദൈവം ഞങ്ങളെ പരിപാലിച്ചതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുകയാണ്. യോബിനെ ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നത് പോലെ കർത്താവ് ഞങ്ങളെ ആത്മീകമായ അഭിഷേകത്തിൻ്റെ വേലി കൊണ്ട് കർത്താവ് ഞങ്ങളെ വേർതിരിച്ച് ലോകത്ത് നിന്ന് സൂക്ഷിച്ച് പരിപാലിച്ച് മറച്ച് വിടുവിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ വായിച്ചതാകുന്ന വേദഭാഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ ഞങ്ങളോട് ഇടപെട്ടാലും ദൈവത്തിൻ്റെ സന്ദേശത്തെ ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്വർഗം ഞങ്ങൾക്ക് തരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ വചനം ചിന്തിക്കുമ്പോൾ അനേകരിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കുവാൻ തക്കവണ്ണം, അനേകരിലേക്ക് ദൈവിക സാന്നിധ്യം വ്യാപരിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കൃപ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. പാമ്പുകളെയും തൊഴിലുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുന്ന ദൈവത്തിൻ്റെ അധികാരം കർത്താവെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുവാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശക്തീകരിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ദൈവജനത്തിന് വിരോധമായി നിൽക്കുന്ന ചില വാളുകളെ ദൈവത്തിൻ്റെ ആത്മാവ് വെട്ടിമാറ്റി, അങ്ങനെ തന്നെ ചില സ്വാഡ് ചിലതിനെ ദൈവത്തിൻ്റെ ആത്മാവ് വെട്ടിമാറ്റി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലിയ കരം അത്ഭുതകരമായും വെളിപ്പെടട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുകയാണ്. വില്ലൊടിച്ച് കുന്തം മുറിച്ച യുദ്ധം നിർത്തൽ ചെയ്യുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ വലിയ കരം അതിശയിപ്പിക്കുന്ന രീതിയിൽ വെളിപ്പെടട്ടെ. ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ എല്ലാവർക്കും ദൈവസ്നേഹത്തെ അറിയിക്കുന്നു. ഇന്ന് വായിച്ച തിരുവചനത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൻ്റെ
അവസാനത്തെ ഒരു സെൻറ്റൻസാണ് ഇന്ന് നാം വായിച്ച വേദഭാഗം. ഈ വേദഭാഗത്തിനകത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആശ്രയിച്ചുകൊണ്ടൊരു സന്ദേശം പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. മടുത്തു പോകരുത് എന്നൊരു വലിയ സന്ദേശം ആത്മാവിൽ പറയുവാൻ ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുകയാണ്. നോക്കണേ, 19-ാമത്തെ അധ്യായം ഏലിയാവ് ഭയന്ന് ഓടുന്ന ഒരു വിഷയമാണ്. ഏലിയാവ് ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയുടെ മുമ്പേ താൻ ഭയന്നോടുകയാണ്. താൻ ഓടുന്നതിന് മുമ്പിൽ വിഷയമുണ്ട്. ഇസബേൽ പറയുന്നൊരു കാര്യമുണ്ട്. ഏലിയാവിനെ നാളെ ഈ നേരത്ത്, 19-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം, നാളെ ഈ നേരത്ത് ഞാൻ നിൻ്റെ ജീവനെ എടുക്കുമെന്ന് ഏലിയാവിന് വിരോധമായിട്ട് ഒരു ശപഥം ഇസബേൽ ചെയ്യുകയാണ്. ഈ ശപഥം ഏലിയാവിൻ്റെ മരണത്തെ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം ഏലിയാവിൻ്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ ഏലിയാവ് താനായിരിക്കുന്ന സ്ഥലം വിട്ട് ഓടിപ്പോവുകയാണ്. 3-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയിൽ ഉൾപ്പെടെ ബർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. അപ്പോൾ ഈ വചനം പറയുകയാണ്, തൻ്റെ ബാല്യക്കാരനെ ബർശേബയിൽ അവിടെ താമസിപ്പിച്ചതിന് ശേഷം 4-ാമത്തെ വാക്യം പറയുന്നു, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണൻ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണൻ എടുത്തുകൊള്ളണമേ. നോക്കൊണ്ട് 4-ാമത്തെ വാക്യം പറയുകയാണ്, ഏലിയാവ് മരിക്കുവാൻ വേണ്ടി ഇച്ഛിച്ചു. മരണത്തെ ജയിക്കുന്ന ശുശ്രൂഷയുള്ളവൻ, ഹല്ലേലൂയ, മരണത്തെ ജയിക്കുന്ന അഭിഷേകമുള്ളവൻ, മരണത്തെ ജയിക്കുന്ന ദൈവകൃപയുള്ളവൻ ഇപ്പോൾ പറയുകയാണ്. പ്രവാചകൻ പറയുകയാണ്, എനിക്ക് മരിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയൊക്കെയുള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ, അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ശുശ്രൂഷയുടെ നടുവിൽ, ആത്മീക ജീവിതത്തിൻ്റെ നടുവിൽ, ഹല്ലേലൂയ, ഭൗമികമായ വിഷയങ്ങളുടെ നടുവിലൊക്കെ എവിടെയാണ് നമ്മൾ ഭാരപ്പെടുന്നത്, എവിടെയാണ് നമ്മൾ വേദനിക്കുന്നത്? മനുഷ്യൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഭാരപ്പെട്ട വേദനിച്ച് നമ്മൾ ഓടുമ്പോൾ അതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം അയച്ച വിടുവിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ കരം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇറങ്ങുകയാണ്. ഇവിടെ ഏലിയാവ് പറയുകയാണ്, 4-ാമത്തെ വാക്യം പറഞ്ഞ്, എനിക്ക് മരിച്ചാൽ മതി. അപ്പോൾ ഏലിയാവ് ഇറങ്ങി തിരിച്ചതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ഏലിയാവിനെ മരിച്ചാൽ മതി. ഇതിൻ്റെ പിന്നിലെ പശ്ചാത്തലമുണ്ട്. അത് ഏലിയാവിനെ കൊല്ലുമെന്നുള്ളതാണ്. ഇസബേൽ പറയുന്നു ഏലിയാവിനെ കൊല്ലും. അപ്പോൾ ഏലിയാവ് പറയുന്നു, എനിക്ക് മരിച്ചാൽ മതി, മറ്റൊരുവൻ്റെ വാളുകൊണ്ട് മരിക്കുന്നതിനേക്കാളും എനിക്ക് മരിച്ചാൽ മതി. അപ്പോൾ ഇസബേലിൻ്റെ ആവശ്യം മരണമാണ്, ഏലിയാവിൻ്റെ ജീവനെടുക്കും. ഏലിയാവിൻ്റെ ആവശ്യം മരണമാണ്, എനിക്ക് മരിച്ചാൽ മതി. ഹല്ലേലൂയ. ശത്രു ഇവിടെ ആഗ്രഹിക്കുന്നതും ഏലിയാവ് ഇവിടെ ആവശ്യപ്പെടുന്നതുമായ രണ്ട് വിഷയം ഒരു കാര്യം തന്നെയാണ്, മരണമാണ്. നോക്കണേ, ജീവിതത്തിൻ്റെ മുമ്പിൽ ശത്രു ഒരുപോലെ നിഴലിലും പൊരുളിലും കയറി നിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. ആ വിഷയത്തെ അവിടെ വെച്ചുകൊണ്ട് പ്രിയ ദൈവമക്കളെ മുൻപിലേക്ക് പോകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിനകത്ത് കാണുകയാണ്, ചൂരൽ ചെടിയുടെ തണലിൽ ഏലിയാവ് കിടന്നുറങ്ങുമ്പോൾ രണ്ട് പ്രാവശ്യം ഒരു ദൂതൻ വന്ന ഏലിയാവിനെ തട്ടി വിളിക്കുന്നു എന്ന് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വചനം എങ്ങനെയാണ് പറയുന്നത്? 5-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിയപ്പോൾ ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40
പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം നടന്നു. നോക്കണേ, ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇവിടെ 2 തവണ 5-ാമത്തെ വാക്യത്തിനകത്തും 7-ാമത്തെ വാക്യത്തിനകത്തും 2 തവണ ദൈവത്തിൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവിനെ തട്ടി വിളിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ഏലിയാവ് ഭക്ഷിച്ചു, വെള്ളം കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങുകയാണ്. 2-ാമത്തെ പ്രാവശ്യം ദൈവത്തിൻ്റെ ദൂതൻ തട്ടി വിളിക്കുകയാണ്. നോക്കൂ, നീ ഭക്ഷിക്കൂ, നിനക്ക് ദൂരയാത്ര പോകുവാനുണ്ടെന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവിനോട് പറയുകയാണ്. അങ്ങനെ അവിടെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബലം കൊണ്ട് 40 ദിവസം 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം പ്രൈസ് ദി ലോർഡ് ഏലിയാവ് ബലത്തോടുകൂടി നടന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 9-ാമത്തെ വാക്യം, അവിടെ അവനൊരു ഗുഹയിൽ കടന്നു പാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താണ് കാര്യം? ഏലിയാവ് മടുത്തുപോയ മേഖലകളിൽ, ഏലിയാവ് മതി എന്ന് പറഞ്ഞ മേഖലകളിൽ ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദൂതനെ അയച്ച് തട്ടി ഉണർത്തി ഏലിയാവിനോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് ഭക്ഷണം വേണമെന്നില്ല, യാത്രകൾ വേണമെന്നില്ല, എല്ലാ മേഖലകളും അദ്ദേഹം മടുത്തു. ശുശ്രൂഷ മടുത്തു, ആത്മീയത മടുത്തു, ബന്ധങ്ങൾ മടുത്തു, രക്തബന്ധങ്ങൾ മടുത്തു, സ്നേഹബന്ധങ്ങൾ മടുത്തു, സാമ്പത്തിക മേഖല മടുത്തു. എല്ലാ മേഖലകളിലും ഒരു വലിയ മടിപ്പ് ഏലിയാവിൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവിനെ നടത്തി. അവിടെയും ഏലിയാവ് സുരക്ഷിതമായിരിക്കുവാൻ നോക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഗുഹയ്ക്കകത്തേക്ക് കടന്ന് അവർ പാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായത്, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഇപ്പോൾ നീ നിൽക്കേണ്ടത് ഇവിടെയല്ല. ഈ ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കുന്ന വ്യക്തികളോട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ നീ നിൽക്കേണ്ടത് ഇവിടെയല്ല. നീ ഭയത്തിനകത്ത് നിൽക്കേണ്ട വ്യക്തിയല്ല, നീ പ്രതികൂലത്തിനകത്ത് നിൽക്കേണ്ട വ്യക്തിയല്ല, നീ പ്രതിസന്ധികളുടെ നടുവ് നിൽക്കേണ്ട വ്യക്തിയല്ല. പലവിധമായ ജീവിത മേഖലകളിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരുതലുകളുടെയും ദൈവത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെയും ദൈവിക ബലത്തിൻ്റെയും പിൻബലത്തിൽ ഒരു അത്ഭുത സാക്ഷ്യമായി നിൽക്കേണ്ട വ്യക്തിയാണ്. കരയുന്നത് എന്ത്? ഭാരപ്പെടുന്നത് എന്ത്? കണ്ണുനീരിൽ വ്യാകുലപ്പെടുന്നത് എന്ത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനല്ലയോ എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ്. നോക്കണേ, വേഗത്തിൽ ഞാൻ ഈ തിരുവചനം പറഞ്ഞു പോകാം. ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഏലിയാവ് അതിന് 5 കാരണങ്ങളാണ് ഏലിയാവ് പറയുന്നത്. 1-ാമത്തെ കാരണം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, ഞാൻ നിനക്ക് ശുഷ്കാന്തി ഉള്ളവനായിരുന്നു. 2-ാമത്തെ കാരണം, ഇസ്രായേൽ നിൻ്റെ നിയമത്തെ ഉപേക്ഷിച്ചു. 3-ാമത്തെ കാര്യം, നിൻ്റെ യാഗപീഠങ്ങൾ ഇടിച്ചു. 4-ാമത്തെ കാര്യം, നിൻ്റെ പ്രവാചകന്മാരെ വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. 5-ാമത്തെ കാര്യം, എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. 5 വിഷയങ്ങളാണ് ഏലിയാവ് മടുത്തു പോകാൻ കാരണമെന്നും 5 വിഷയമാണ് ഏലിയാവ് ഭയന്നോടുവാൻ കാരണമെന്നും ഏലിയാവ് സർവശക്തനായ ദൈവത്തോട് ബോധിപ്പിക്കുന്ന 5 കാര്യങ്ങളാണ്. അപ്പോൾ ഏലിയാവ് ഭയപ്പെടുവാൻ, ഏലിയാവ് ആ നാട് വിട്ടു പോകാൻ ഏലിയാവിൻ്റെ ജീവിതത്തിൽ പ്രേരിപ്പിച്ച 5 കാര്യങ്ങളെയാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ ഇതൊക്കെ കേട്ടിട്ട് 11-ാമത്തെ വാക്യത്തെ പറയുകയാണ്, നീ പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ വന്നു നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ദൂതൻ പറയുകയാണ്, നീ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിരുന്നേ. നീ ആയിരിക്കുന്ന ഗുഹയുടെ മുമ്പാകെ ദൈവത്തിൻ്റെ ദൂതൻ ദൈവം ഇറങ്ങി വരികയാണെന്ന് ദൈവത്തിൻ്റെ ദൂതൻ ഏലിയാവിനോട് പറയുകയാണ്. 1-ാമത്തെ കാര്യം, ശക്തിയുള്ള കൊടുങ്കാറ്റ് യഹോവയ്ക്ക് മുമ്പ് ഉണ്ടായി. അപ്പോൾ വലിയ കൊടുങ്കാറ്റടിച്ചപ്പോൾ യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങൾ കീറി. 1-ാമത്തെ കാര്യം, വലിയ ശക്തിയുള്ള കൊടുങ്കാറ്റുണ്ടായി, അതിനകത്ത് പർവ്വതങ്ങൾ കീറിപ്പോയി എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു.
എന്നാൽ അത് പാറകളെ തകർത്ത് കളഞ്ഞു. ആ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന് ശേഷം രണ്ടാമത്തേത് ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. മൂന്നാമത്തെ വിഷയം, ഭൂകമ്പത്തിനു ശേഷം ഒരു തീ ഉണ്ടായി. തീയിലും യഹോവ ഇല്ലായിരുന്നു. എന്നാൽ നാലാമത്തെ കാര്യം, ഒരു മൃദുസ്വരമുണ്ടായി. ആ മൃദുസ്വരത്തിനകത്ത് യഹോവ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം, ആദ്യം വലിയ കാറ്റുണ്ടായി. പിന്നെ വലിയ ആദ്യം ശക്തിയുള്ളൊരു കാറ്റുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഭൂകമ്പമുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം തീയുണ്ടായി. അതിലൊന്നും യഹോവയില്ലായിരുന്നു. എന്നാൽ ഒരു മൃദുസ്വരം ഏലിയാവ് കേൾക്കുകയാണ്. നോക്കണേ, ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. പല മേഖലകളിലും ദൈവത്തെ പ്രതീക്ഷിക്കുമ്പോൾ അതിനകത്തൊന്നും ദൈവമില്ല എന്ന് ഏലിയാവ് നിന്ന ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിനകത്തൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഇവിടെ കാണുകയാണ്, ഇവിടെ കാണുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം ഏലിയാവിനോട് സംസാരിക്കുകയാണ്. ആ വചനം ഇങ്ങനെയാണ് പറയപ്പെട്ടിരിക്കുന്നത്. ആ ഒരു മൃദു ശബ്ദം ഏലിയാവിനോട് സംസാരിക്കുകയാണ്. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിനക്ക് ഇവിടെ എന്ത് കാര്യം? കർത്താവ് ഇന്ന് പകൽക്കാലം മടിച്ചിരിക്കുന്നവരോട്, കർത്താവ് ഇന്ന് പകൽക്കാലം മടിച്ചിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം? നിനക്കിവിടെ എന്താണ് കാര്യം? നീ ആദ്യം ചൂരച്ചെടിയുടെ മറവിൽ പോയി. രണ്ടാമത് നീ ഗുഹയ്ക്കകത്തേക്ക് വിളിക്കുന്നു. നീ അകത്തേക്ക് പോകുകയാണ്. നീ താഴേക്ക് പോവുകയാണ്. മറവിടങ്ങളിലേക്ക് പോവുകയാണ്. ദൈവം നിന്നെ ഏറ്റവും മുൻപന്തിയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെയും ഏലിയാവ് പറയുന്ന 5 കാര്യങ്ങളാണ് കാണുന്നത്. ദൈവത്തോട് ഏലിയാവ് പറയുന്ന പരാതിയാണ്. 5 കാരണങ്ങളാണ് ഞാനിങ്ങനെ ആകുവാൻ, ഞാനിങ്ങനെ മടിച്ചു പോകുവാൻ, ഞാനിങ്ങനെ ഭാരപ്പെട്ടു പോകുവാൻ. അപ്പോൾ ഏലിയാവിൻ്റെ ജീവിതത്തിനകത്ത് പിന്മാറിപ്പോകുവാൻ, അല്ലെങ്കിൽ മടിച്ചു പോകുവാൻ, മറഞ്ഞിരിപ്പാൻ, മരിക്കാൻ ഇച്ഛിച്ച 5 കാരണങ്ങളാണ് ഏലിയാവ് ദൈവസന്നിധിയിൽ പറയുന്നത്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് ആ കാര്യത്തെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ 15-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ഒരു ദൂത് നമ്മോട് സംസാരിക്കുകയാണ്. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ പുറപ്പെട്ട് ദമേശക്കിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകുക. നീ എത്തുമ്പോൾ ഹസയേലിനെ ആരാമിന് രാജാവായി അഭിഷേകം ചെയ്യുക. 2 നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം. 3 സാഫാത്തിൻ്റെ മകനായ ഏലിശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. നോക്കണേ, 3 കാര്യങ്ങളെ 2 രാജാക്കന്മാരെയും 1 പ്രവാചകനെയും അഭിഷേകം ചെയ്യുക എന്ന് പറയുകയാണ്. ഇവിടെ ഏലിയാവിൻ്റെ വിഷയം 5 വിധമായ പ്രശ്നങ്ങളാണ്. അതിൻ്റെ നടുവ് മരിക്കണമെന്ന് ഏലിയാവ് പറയുമ്പോൾ 3 കാര്യങ്ങൾ യഹോവയായ ദൈവം ഏലിയാവിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുക, 1 പ്രവാചകനെ അഭിഷേകം ചെയ്യുക. വേഗത്തിൽ ഞാൻ ആ സന്ദേശത്തെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്തെന്ന് ഏലിയാവിന് മനസ്സിലായില്ല. എന്നാൽ അതിൻ്റെ ഉദ്ദേശത്തെ 17-ാം വാക്യത്തിനകത്തും വളരെ വ്യക്തമായിട്ട് യഹോവയായ ദൈവം പറഞ്ഞിരിക്കുകയാണ്. ഹസായേലിന് അവൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏലിശ കൊല്ലും. നോക്കണേ, നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലായി? ഏലിയാവ് ഈസബേലിനെ പേടിച്ച്, ഈസബേൽ ഏലിയാവിനെ കൊല്ലുമെന്ന് പേടിച്ച്, ഒരു വാള് പേടിച്ച് ഏലിയാവ്
പേടിച്ച് സ്വന്തമായിട്ട് മരണം ദൈവത്തോട് ചോദിച്ചപ്പോൾ ഏലിയാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഏലിയാവേ, നീ ഹസയേലിനെ അഭിഷേകം ചെയ്യണം, നീ യേഹൂവിനെ അഭിഷേകം ചെയ്യണം, നിനക്ക് പകരമായി നീ ഏലിശയെ അഭിഷേകം ചെയ്യണം. ഹസയേലിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹൂ കൊല്ലും, യേഹൂവിൻ്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏലിശ കൊല്ലും. നീ ഒരു വാളിനെ പേടിച്ചാണ് നീ ഓടിയത്, നീ പേടിച്ചു വന്നതാ. പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാട് ഏലിയാവിനോട് പറയുന്നു, നീ മടങ്ങിപ്പോകുക, നീ മടങ്ങിച്ചെന്ന് ചിലരെ അഭിഷേകം ചെയ്യുക. നിനക്ക് വിരോധമായി വാളുയർന്ന സ്ഥാനത്ത്, നിനക്ക് വിരോധമായി വാളുയർന്ന സ്ഥാനത്ത് ദൈവം പറയുകയാണ്, ഹസയേൽ നിനക്ക് അനുകൂലമായി വാളെടുക്കും. സ്തോത്രം. ഹസയേലിന് ആമേൻ വഴുതി പോകുന്നവന് യേഹൂ കൊല്ലും, യേഹൂവിന് വഴുതി പോകുന്നവനെ പ്രവാചകനായ ഏലിശ കൊല്ലും. ഹാലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? നിനക്ക് വിരോധമായി വാൾ ഉയർന്നെടുത്ത് ദൈവം നിനക്ക് അനുകൂലമായി ഒരു വാൾ ഉയർത്തുകയാണ്. നിന്നെ വെട്ടുമെന്ന് പറഞ്ഞെടുത്ത് ആമേൻ നിനക്ക് വിരോധമായി ഉയർന്ന വാളിനെ യഹോവയായ ദൈവം വെട്ടിക്കളയുന്ന ഒരു അരുളപ്പാടാണ് ഏലിയാവിനോട് ദൈവം കൊടുക്കുന്നതെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ പ്രഭാതത്തിൽ ഈ ഒരു പുതിയ ദിവസക്കാലം നിങ്ങളെ വെട്ടിക്കളയുമെന്ന് പറയുന്ന സകല പ്രതികൂലങ്ങളുടെ നടുവിലും, പ്രതിസന്ധികളുടെ നടുവിലും, വെല്ലുവിളികളുടെ നടുവിലും യഹോവയായ ദൈവം ഏലിയാവിനോട് പറഞ്ഞതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ യഹോവയുടെ വാൾ ചലിക്കുകയാണ്. നിങ്ങൾക്ക് വിരോധമായി ഭൂമിയിൽ വാൾ ഉയർന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് അനുകൂലമായി ദൈവത്തിൻ്റെ വാൾ ചലിപ്പിക്കുകയാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് വിരോധമായൊരു വാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങി വരുന്നൊരു ദൈവത്തിൻ്റെ വാൾ ഇന്ന് പ്രഭാതത്തിൽ ശക്തമായി ചലിക്കുകയാണ്. എവിടെയൊക്കെ നിങ്ങളെ വെട്ടിക്കളയുമെന്നോ, എവിടെയൊക്കെ നിങ്ങൾ മരിച്ചു പോകുമെന്നോ, എവിടെയൊക്കെ നിങ്ങൾ തകർന്നു പോകുന്നു, ശത്രുവായവൻ വെല്ലുവിളിച്ച് വിധി എഴുതിയ സ്ഥാനങ്ങളിൽ ദൈവം പറയുന്നു, ഉടമനവന ദുരവനവന വിഷ്യ. ഏലിയാവിൻ്റെ ജീവിതം നോക്കിയാൽ മരണം കാണപ്പെടാതെ ഏലിയാവ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടുവെങ്കിൽ മനുഷ്യൻ്റെ വിധി എഴുത്തലുകളല്ല നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുന്നതെങ്കിൽ ഈ ശക്തമായ ദൂത് ഞാൻ മുൻപിലേക്ക് വെച്ച് പോവുകയാണ്. മടുത്തു പോകരുത്. നിനക്ക് വിരോധമായി വാൾ ഉയരുമ്പോൾ അതിന് വിരോധമായി ദൈവത്തിൻ്റെ വാൾ ഇറങ്ങുകയാണ്. ഒന്നുകൂടെ, നിനക്ക് വിരോധമായി മനുഷ്യൻ്റെ വാൾ ഉയരുമ്പോൾ ഭാരപ്പെടരുത്, മടുത്തു പോകരുത്, മടിച്ചു പോകരുത്. ദൈവത്തിൻ്റെ വാൾ നിനക്ക് അനുകൂലമായി ഉയരുകയാണ്. എവിടെയൊക്കെ വെട്ടിക്കളയുമെന്ന് പറഞ്ഞു അവിടെ ഒക്കെ ഹല്ലേലൂയ, രണ്ട് രാജാക്കന്മാരെ നിർത്തി. രണ്ട് രാജാക്കന്മാർക്കും ആമേൻ ആമേൻ കൈവിട്ട് പോകുന്നവരെ പ്രവാചകൻ ഏലിശ ഇരട്ടി പങ്ക് അഭിഷേകമുള്ളവൻ, അവൻ വെട്ടിക്കളയുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉടമനവന ദുരബലവന വിഷ്യ. ആമേ ഭൗമികമായ രാജാക്കന്മാർക്ക് കൈവിട്ട് പോകുന്നതിന് ആമേ ആത്മീക തലങ്ങളിൽ കണ്ട് വെട്ടുന്ന, അപ്പോൾ ഭൗമികമായ തലങ്ങളിലും ആത്മതലങ്ങളിലും രണ്ട് സ്ഥലങ്ങളിലും നിവർത്തിയില്ല. നിനക്ക് വിരോധമായി ഉയർന്നു വരുന്ന, നിൻ്റെ നേരെ കൺമുമ്പിൽ ഇറങ്ങി വരുന്നത്, ബുദ്ധിപരമായി ഇറങ്ങി വരുന്ന രാജാക്കന്മാർ വെട്ടും. പക്ഷേ ആത്മതലങ്ങളെ കാണാൻ കഴിയാതെ നിനക്ക് വിരോധമായി കയറി വരുന്നതിന്, ഭൂമിയിലൂടെ കയറി വരുന്നതിന്, ആകാശത്തിലൂടെ കയറി വരുന്നതിന്, വെള്ളത്തിലൂടെ കയറി വരുന്നതിന്, വാക്കുകളിലൂടെ കയറി വരുന്നതിന്, നീ കാണാമറയത്ത് കിടക്കുന്നതിന് പ്രവാചകൻ വെട്ടും. അർത്ഥം, ഏത് വഴിക്ക് നിനക്ക് വിരോധമായി വാൾ എഴുന്നേറ്റാലും ദൈവം അതിനെ വെട്ടും. ഇന്ന് പകല് ഈ പ്രഭാതത്തിൽ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരുമിച്ച്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അല്പസമയം കൊണ്ട് ശക്തമായ ദൈവിക ശബ്ദമാണ് ഞങ്ങൾ കേട്ടത്. മടുത്തുപോയ സാഹചര്യങ്ങളിൽ ഭൂമിയിൽ ദൈവത്തിൻ്റെ വാള പ്രവാചകന് വിരോധമായി എഴുന്നേറ്റപ്പോൾ, ഭൂമിയിൽ മനുഷ്യൻ്റെ വാള് ദൈവത്തിൻ്റെ പ്രവാചകന് വിരോധമായി എഴുന്നേറ്റപ്പോൾ, ഭൂമിയിൽ മനുഷ്യൻ്റെ വാള് ദൈവത്തിൻ്റെ പ്രവാചകന് വിരോധമായി എഴുന്നേറ്റപ്പോൾ, പ്രവാചകന് അനുകൂലമായി ദൈവത്തിൻ്റെ വാള് ഇറങ്ങുകയാണ്. അതിൻ്റെ മൂന്ന് മേഖലകൾ 3 വ്യക്തികളിലൂടെ അത് പ്രവാചകനിലേക്ക് വന്ന് അവസാനിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുകയാണ്. എവിടേക്കോ ഞങ്ങളുടെ കാണാമറയങ്ങളിൽ കിടക്കുന്ന വിഷയങ്ങളെ ഇന്ന് പ്രഭാത സ്വർഗം വെട്ടുകയാണ്. ചില രോഗവിഷയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് വെട്ടുകയാണ്. സാമ്പത്തിക വിഷയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് വെട്ടുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ സന്ദേശം അനേക ആയിരങ്ങളിലേക്ക് ഭയങ്കര വിടുതലായി ദൈവത്തിൻ്റെ ആത്മാവ് അയക്കും.
ഞങ്ങളത് വിശ്വസിക്കുന്നു. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രഭാതത്തിൽ കർത്താവ് കഴിഞ്ഞ പ്രഭാതത്തിലേക്ക് കയറി ജോലി മേഖലയിലേക്ക്, ആരോഗ്യ മേഖലയിലേക്ക്, വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം സൂക്ഷിച്ചാട്ടെ. ഈ പ്രഭാതത്തിനകത്ത് ആരും സാമ്പത്തികമായി ഭാരപ്പെടുവാനിടയാകില്ല. ആരും വലഞ്ഞു പോകില്ല. ആശുപത്രി വിഷയങ്ങൾ, ഗവൺമെൻറ് വിഷയങ്ങൾ, സഭാപരമായ വിഷയങ്ങൾ, ആരും വലഞ്ഞു പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കില്ല. എല്ലാ പ്രിയപ്പെട്ടവരെയും ചിറകിൻ്റെ മറകിൽ ദൈവം മറച്ചാട്ടെ, ശക്തീകരിച്ചാട്ടെ എന്നും ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ കൊണ്ട് മറക്കണം, ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ സ്വർഗം ചെയ്യണം. ദൈവരാജ്യത്തിൻ്റെ കരം വളരെ ശക്തമായി ഇടപെട്ടാട്ടെ. കർത്താവേ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പരസ്പരം എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ അടിയൻ പ്രാർത്ഥിക്കുകയാണ്. മാനിച്ചാട്ടെ, മറച്ചാട്ടെ, ഉയർത്തിയാട്ടെ. കർത്താവെ, ഭൂമിയിൽ ഉയരുന്ന എല്ലാ വാളുകൾക്ക് വിരോധമായിട്ട് ദൈവത്തിൻ്റെ വാൾ സ്വർഗത്തിൽ നിന്ന് ചലിക്കുന്നതിനായി സ്തോത്രം. അതിനുവേണ്ടി ദൈവം ഭൂമിയിൽ എഴുന്നേൽപ്പിക്കുന്നതിന്, അഭിഷേകം ചെയ്യുന്നതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഈ പ്രഭാതത്തിലെ സന്ദേശം ഞങ്ങൾ ഒത്തിരി ബലപ്പെടുത്തിയല്ലോ. നന്ദി പറയുന്നപ്പോൾ സകല മഹത്വവും ദൈവത്തിന്. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.